ഇപ്പോൾ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജയപ്രകാശ്, താങ്കൾ അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. താങ്കൾക്ക് ഉറപ്പ് ലഭിച്ചിരുന്നു. ഇപ്പോൾ CBI അന്വേഷിക്കുമെന്ന ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഉത്തരവ് പുറത്തിറങ്ങിയ കാര്യം അറിയില്ല. പുറത്തിറങ്ങിയെങ്കിൽ അത് വളരെ നല്ല കാര്യം. കാര്യം എന്ന് പറഞ്ഞാല് അദ്ദേഹം എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന്റെ CBI അന്വേഷണം വേണമെന്ന് ഞാൻ അപേക്ഷിച്ച് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ അത് വിവരിച്ചു കൊടുത്തു. എന്തൊക്കെയാണ് കാര്യങ്ങൾ സംഭവിച്ചത്, ഇങ്ങനെയാണ്. ഞാനും അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് സംശയമുണ്ട്, സാർ അന്വേഷിക്കണം എല്ലാം ഞാൻ പറഞ്ഞു. അവസാനം അദ്ദേഹം എനിക്ക് ഉറപ്പ് തന്നു. ഓക്കെ, ശരി, അന്വേഷിക്കാം. ഞാൻ ഇത്ര പെട്ടെന്ന് അതൊരു നല്ലൊരു പോസിറ്റീവായിട്ട് എടുത്തത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ CBI അന്വേഷിക്കണം എന്ന് പറയാൻ കാര്യം ഇത്രയും പ്രതികളല്ല ഇതിലുള്ളത് എനിക്ക് നല്ലവണ്ണം അറിയാം. ഇതില് ഞാൻ പറയുന്നത് അക്ഷയ് എന്നുള്ള ആളുണ്ട്, ദേവരാജ് എന്ന് പറഞ്ഞ പ്രതിയുണ്ട്, ഡീനിന്റെ പങ്കുണ്ട്. ഇതൊന്നും ഇതൊരിക്കൊന്നും റിമാൻഡ് റിപ്പോർട്ടിലോ അല്ലെങ്കിൽ ഇതിലൊന്നും വന്നിട്ടില്ല. മാത്രമല്ല കൊലക്കുറ്റം ചുമത്തിയിട്ടുള്ള ഒരു വകുപ്പും വന്നിട്ടില്ല. ഇവരുടെ എല്ലാം പങ്ക് ഇതിൽ വളരെ വ്യക്തമാക്കണം. ആ പെൺകുട്ടിയുടെ ഇൻവോൾവ് അത് CBI അന്വേഷണം വരുമ്പോൾ എനിക്ക് ഉറപ്പാണ് അതും കൂടെ വരും. എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി, ആരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്? സിദ്ധാർത്ഥന്റെ ഇത് പറയുമ്പോൾ താങ്കൾക്ക് പ്രയാസം ഉണ്ടാകുമെന്ന് അറിയാം. എന്നാലും വെറും ഒരു ആത്മഹത്യയായി ഒതുങ്ങി പോകുമെന്നൊരു ഭയം ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായും എനിക്ക് ആദ്യം അങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നു, ആത്മഹത്യക്ക് ഇടുവന്നു. പക്ഷെ നല്ലവരായ അവന്റെ കുറച്ച് സുഹൃത്തുക്കള്, നല്ലവരായ അവന്റെ കുറച്ച് ടീച്ചേഴ്സോ എന്നൊന്നും പറയാം, അവിടെയുള്ള വയനാടുള്ള അവരിൽ നിന്നാണ് നമുക്ക് ആദ്യം ഒരു ചെറിയൊരു എന്താ പറയാ കയറിക്ക് പോവേണ്ട ഒരു ഏണി പിടിവള്ളി കിട്ടിയെന്ന് പറയാം. അതിൽ നിന്ന് കിട്ടിയ വിവരം കൊണ്ട് തന്നെയാണ് ഞങ്ങളിത് മുമ്പോട്ട് കൊണ്ടുപോയി ഇത് അന്വേഷിച്ച് ബ്രൂട്ടലായിട്ടുള്ള കാര്യം എന്താണെന്ന് മനസ്സിലാക്കി സമരം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പുറകോട്ട് പോവില്ല. എത്ര ഫൈറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത് കൊണ്ടുവരണം. അത് ഇത്രയും കുറ്റവാളികളും മാത്രവുമല്ല അവിടെ ഒരു 5 വർഷത്തിന് അവിടുന്ന് 2019 മുതൽ ഇതുവരെ അവിടെ കുറച്ച് ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്, കുറച്ച് അപകടം വരെ നടന്നിട്ടുണ്ട്. ഞാനത് പലരോടും ആവശ്യപ്പെട്ടു. ഞാൻ വെറുതെ ഒന്നും ആരോപിക്കുന്നതല്ല. അതും കൂടെ അന്വേഷിക്കണമെങ്കിൽ ആരെങ്കിലും പ്രസ് ചെയ്യുകയോ എനിക്കറിയില്ല, യാതൊരു വകുപ്പുമായിട്ട് ബന്ധപ്പെടണമെന്ന്. അത് ഉറപ്പായിട്ട് അത് അന്വേഷിക്കണം. 2019 പല ആത്മഹത്യകൾ അവിടെ നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ട് വന്നപ്പോഴും ഇതേ കാര്യം പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഈ ആത്മഹത്യ ഉണ്ടായി അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടായി ആ വിവരമൊക്കെ താങ്കൾക്ക് ഇപ്പോഴാണ് താങ്കൾ അറിയുന്നത്, ഈ ഒരു സംഭവത്തിന് ശേഷമാണ്? അതെ, അതിനുശേഷമാണ് ഇവിടെ വന്നിട്ട് അറിയുന്നത്. ആര് പറഞ്ഞു എന്ന് പറയുന്നില്ല. പക്ഷെ വളരെ വ്യക്തമാണ്. അവിടെ നിങ്ങൾ കോളേജിൽ അന്വേഷിച്ചാൽ അറിയാം. ഇവിടെ ഇത്രയും ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്, ആദ്യത്തെ സംഭവമല്ല. ഇതേപോലെ സമാനമായ മർദ്ദനങ്ങൾ ഇതിനു മുൻപും ആ കോളേജിൽ നടന്നിട്ടുണ്ടെന്നാണോ? ആ കോളേജില് മുമ്പ് ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്, ആ കോളേജില് അപകടം നടന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ അവരുടെ മാതാപിതാക്കൾക്ക് അതിലോട്ട് കൂടുതൽ പോകാൻ പറ്റില്ലായിരിക്കും. ചിലപ്പോൾ സമ്മർദ്ദത്തിൽ അടിമപ്പെട്ടായിരിക്കും, എന്തെങ്കിലും ആയി കാണും. പക്ഷെ അത് ഉറപ്പായിട്ട് അന്വേഷിക്കുക തന്നെ വേണം. അന്വേഷിച്ചിട്ട് അതിന്റെ കോളേജിലെ ദുരൂഹത അതെല്ലാം തീർത്തിട്ട് മാത്രം മതി അവിടെ ആ കോളേജ് ഇനി തുറക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഈ കാര്യം മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നോ? ഈ ഒരു കാര്യം ഇല്ല, ഈ കാര്യം ഞാൻ പറഞ്ഞില്ല. ഈ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. മുഖ്യമന്ത്രിയോട് എന്റെ മകന്റെ നീതിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്, വേറൊന്നും പറഞ്ഞില്ല. ഇപ്പൊ ഈ അക്ഷയുടെ കാര്യം താങ്കൾ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. ഈ അക്ഷയ് ഈ പോലീസ് അന്വേഷണത്തിൽ അക്ഷയ് ഒരു സാക്ഷിയാകാനാണ് സാധ്യത. എന്തുകൊണ്ടാണ് അക്ഷയെ പ്രതിസ്ഥാനത്ത് പ്രതിയാണ് അക്ഷയ് എന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറയണത് അച്ഛാ? എന്തുകൊണ്ട് പറയുന്നതെന്ന് പറഞ്ഞാല് അവനെ റൂമിൽ ലോക്ക് ചെയ്തിട്ട് 3 ദിവസം ക്രൂരമായി മർദ്ദിക്കുമ്പോഴും ഈ അക്ഷയ് കൂടെ ഉണ്ടായിരുന്നതിന് പൂർണ്ണമായ തെളിവാണ്. സിദ്ധാർത്ഥന്റെ അമ്മ, മകന്റെ അമ്മ ഫോണിൽ വിളിക്കുമ്പോൾ സിദ്ധാർത്ഥനെ കിട്ടാത്തപ്പോൾ ഈ അക്ഷയെ വിളിക്കുന്നത്. അവന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനും അക്ഷയ് എപ്പോഴും ആന്റി എന്ന് വിളിച്ച് സംസാരിക്കുന്നത് അവൻ സിദ്ധാർത്ഥന്റെ അമ്മയുടെ. സിദ്ധാർത്ഥനെ കിട്ടാത്തപ്പോൾ വിളിക്കുന്നതെല്ലാം ഈ അക്ഷയ. ഫസ്റ്റ് ഇയർ മുതലുള്ള ഏറ്റവും വലിയ കൂട്ടുകാരനാണ് ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 3 ദിവസവും അവനെ റൂമിൽ ലോക്ക് ചെയ്തിട്ട് മർദ്ദിക്കുമ്പോഴും പുറത്തു കൊണ്ടുപോകുമ്പോഴും അക്ഷയ് കൂടെ ഉണ്ട്. ഇവന്റെ ഫോൺ കൈകാര്യം ചെയ്യുന്നത് അക്ഷയ. അതുവരെയും മരണശേഷവും അവന്റെ അമ്മയ്ക്ക് അറിയില്ല മരിച്ചു കഴിഞ്ഞ് മരണം സംഭവിച്ചെന്ന് അങ്ങനെയൊന്നും അറിയില്ല. മരണശേഷവും ഹോസ്പിറ്റലിൽ അവന്റെ മൃതദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നത് ഈ അക്ഷയ. അപ്പോഴും അവന്റെ അമ്മ വിളിക്കുന്നത് അക്ഷയാണ്. മോനെ സിദ്ധാർത്ഥന് എന്താണ് കുഴപ്പം? അപ്പോഴും അമ്മ അറിയുന്നില്ല. അവൻ പറയുന്നു, അക്ഷയ് പറയുന്നു, ഒരു കുഴപ്പമില്ല, ഞാനിപ്പോ ഫോൺ കൊടുക്കാം. വൈകുന്നേരം 4 മണിക്ക് 18-ാം തീയതി വൈകുന്നേരം 4-5 മണിക്ക് വിളിക്കുമ്പോഴേ ഇതും ഇതാ പറയുന്നത്. മരണം 11 മണിക്ക് 1 മണി കഴിഞ്ഞു. മരണമല്ല, കൊലപാതകം കഴിഞ്ഞു. എന്നിട്ടും അതുവരെയ്ക്കും അക്ഷയാണ് ഈ അവന്റെ ഫോൺ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആർക്കും ഒരു സംശയം വരില്ല. അക്ഷയ് ഫോൺ കൺട്രോൾ ചെയ്താൽ വീട്ടുകാർക്ക് സംശയം വരില്ല എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം.
അതുകൊണ്ട് ആക്ച്വലി ഒന്നാം പ്രതി എന്ന് പറയുന്നില്ല, മുഖ്യ പ്രതികളിൽ ഒരാളാണ്. ഇതുവരെയ്ക്കും സാക്ഷിയിൽ കൂടിയിട്ട് കാര്യമില്ല ഒരു മാഡം. പക്ഷെ അന്ന് ആ ഫോൺ അക്ഷയ് എടുത്ത് അമ്മയോട് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് സിദ്ധാർത്ഥ് നമ്മുടെ കൂടെ ഉണ്ടായേനെ അല്ലേ? കൂടെ ഉണ്ടാകുമായിരുന്നില്ല, 100% ഉണ്ടാകുമായിരുന്നു. ചെറിയ ഒരു ഹിന്റ് കൊടുത്താൽ മതി, അക്ഷയ് ഒന്നും പറയണ്ട, ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ആ പറയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അക്ഷയും കൂടെ ഇതിൽ പ്രധാന പ്രതികളിൽ ഒരാളാണ്. അക്ഷയ് ഫോൺ എടുക്കണ്ട, ഫോൺ എടുക്കാതിരുന്നെങ്കിൽ പോലും ചിലപ്പോൾ സിദ്ധാർത്ഥ നമ്മളെ കൂടെ കാണുമായിരുന്നു. എടുത്തില്ലെങ്കിൽ കോളേജിലേക്ക് പോകുമായിരുന്നു അല്ലേ? അതെ, മാനേജ്മെന്റ് ആരെങ്കിലും വിളിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാറിനെ വിളിക്കുകയോ ഡീനെ വിളിച്ചിട്ട് കാര്യമില്ല. ഡീനാണ് ഏറ്റവും പ്രധാന പ്രതി. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കുകയോ ചെയ്തിട്ട് എന്താണ് അവന്റെ സിറ്റുവേഷൻ എന്നെങ്കിലും അറിയുമായിരുന്നു. ചെറിയ സംശയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പോലീസിനെ വിളിക്കുമായിരുന്നു. ആരെയും വിളിച്ച് കിട്ടിയില്ലെങ്കിൽ. അത്രയ്ക്കുള്ള സംശയമൊന്നും അവിടെ വന്നില്ല ആ സമയത്ത്. അതുകൊണ്ട് അവന് ഫോൺ എടുത്തതെന്ന് പറഞ്ഞാല് പർപ്പസ് ആയിട്ട് ഗൂഢാലോചനയിൽ ഉൾപ്പെടെ ഉണ്ടായില്ല. അതുകൊണ്ടാണ് അക്ഷയ് ഫോണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അവസാനം വരെ. ഇപ്പൊ അക്ഷയ് ഒളിവിലാണ്. ഈ ചില രാഷ്ട്രീയമായ ആരോപണങ്ങളൊക്കെ ഒരുപക്ഷെ അച്ഛൻ കേട്ട് കാണും. ഈ CPM നേതാക്കളാണ് ഒളിപ്പിച്ചിട്ടുള്ളതെന്നൊക്കെ ഈ പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അതിനെപ്പറ്റി അച്ഛൻ എന്തെങ്കിലും അറിയോ? ഇല്ല, അക്ഷയ് ഒളിവിലാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാല് അക്ഷയ് ഇതുവരെയും പ്രതിപട്ടികയിൽ ചേർത്തിട്ടില്ല. അക്ഷയ് ആരെ സംരക്ഷിക്കുന്നുണ്ട്. പ്രതിപട്ടികയിൽ ചേർത്താൽ മാത്രമാണ് നമുക്ക് ഒളിവിൽ എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നല്ല രീതിയിൽ അവനെ സംരക്ഷിക്കുന്നുണ്ട്, പ്രതിപട്ടികയിൽ വരാത്ത രീതിയിൽ. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഈ 18-ാം തീയതിക്ക് ശേഷം അക്ഷയെ കണ്ടിരുന്നോ? അച്ഛനും അമ്മയും കണ്ടിരുന്നോ? ഇവിടെ അവന്റെ മരണത്തിന് അവന്റെ ബോഡി കൊണ്ടുവന്നപ്പോ ഇവിടെ വന്നായിരുന്നു. 20-ാം തീയതി അവന്റെ ബോഡി കൊണ്ടുവന്നിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നായിരുന്നു. അവന്റെ കുറച്ച് കൂട്ടുകാരൊക്കെ കൂടെ അക്ഷയ് വന്നായിരുന്നു. അവന് കൂടെ അറസ്റ്റിലായ കൊലയാളി ഒരാളുണ്ടായിരുന്നു തോന്നുന്നു. അവരും വന്നായിരുന്നു. നമുക്കറിയില്ലല്ലോ അപ്പോഴൊന്നും. ശരി, ഇപ്പം CBI വരും. ഇപ്പം നമ്മള് കുറെ ഇത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇപ്പോഴും റാഗിങ് അല്ലെങ്കിൽ മർദ്ദിച്ചു ആ വകുപ്പുകളൊക്കെയാണ് ഉള്ളത്. ഈ കൊലക്കുറ്റം അല്ലെങ്കിൽ അത് വന്നിട്ടില്ല ഇപ്പോഴും. CBI വരുമ്പം അതിലൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അച്ഛൻ? ഇല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ വരും. ഇതിന്റെ കൊലപാതകത്തില് അതിന്റെ ചുരുൾ എന്താണ്, അതിന്റെ ഗൂഢാലോചനയും കൊലപാതകത്തിനും അത് പുറത്തു കൊണ്ടുവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. CBI വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും നിരപരാധികളാണെങ്കിൽ, എല്ലാവരും നിരപരാധികളാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. നിരപരാധികളാണെങ്കിൽ ശരി, കുഴപ്പമില്ല. പക്ഷെ വ്യക്തമായി നമുക്ക് തെളിവുണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്റെ അറിയാവുന്ന എന്റെ സുഹൃത്തുക്കളായ ഡോക്ടറുണ്ട്. നമുക്ക് നാട്ടിൽ നല്ല ഡോക്ടറുണ്ട്, കഴിവുള്ള. അവരോടെല്ലാം കാണിച്ചപ്പോൾ അവർ ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, ഇത്രയും പരിക്ക് പറ്റിയ ഒരു മനുഷ്യന് എഴുന്നേറ്റ് തൂങ്ങാൻ എന്ന് മാത്രമല്ല, എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ല. എങ്ങനെ തൂങ്ങി? ഇതല്ല, ഇത് തൂങ്ങാൻ പറ്റില്ല. ഞാൻ ആദ്യം എന്റെ സംശയം കൊണ്ട് പറഞ്ഞു. പക്ഷെ എല്ലാ ഡോക്ടേഴ്സും അത് തന്നെയാണ് പറയുന്നത്. എനിക്ക് ഉറപ്പാണ് കൊലപാതകം തന്നെയാണ്, വെൽ പ്ലാൻഡ്. അല്ല പെട്ടെന്ന് അബദ്ധം പറ്റിയ കാര്യമൊന്നുമില്ല. എനിക്കറിയാം ഇത് പറയുന്നത്. ഞാൻ ചോദിക്കണേനെ ക്ഷമിക്കണം. ഇങ്ങനെ ഇത് പറയുന്നത് താങ്കൾക്ക് പ്രയാസമാണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ ഒരു പരാതി, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു മറുവാദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടും സിദ്ധാർത്ഥ് ഒന്നും ചെയ്തില്ല. ആ പെൺകുട്ടി കോളേജിലേക്ക് എത്തി, അന്ന് പരാതി കൊടുക്കുമെന്ന് അറിഞ്ഞു, അതുകൊണ്ടാണ് എന്നൊക്കെ ഒരു വേറൊരു ഭാഗം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അച്ഛന് പറയാനുള്ളത്? അതേക്കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ ഈ പ്രതിസ്ഥാനത്ത്, ഈ പ്രതികളുടെ സ്ഥാനത്ത് ഈ പെൺകുട്ടി മുഖ്യ പ്രതികൾ ഒരാളായിട്ട് വേണം. അത് ഉറപ്പാ. വേണമെന്ന് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയായിട്ട് ഇടന്ന എന്തോ പ്രശ്നം നടന്നു എന്ന് പറയുന്ന ഡേറ്റ് 14-ാം തീയതി വാലന്റൈൻസ് ഡേയിൽ ഡാൻസ് കളിക്കും. അതാണ് എല്ലാവർക്കും അറിയാവുന്നത്, എല്ലാവരും അറിഞ്ഞത്. പക്ഷെ എന്നാലും 14-ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ 15-ാം തീയതി ഉണ്ട്, 16-ാം തീയതി, 17-ാം തീയതി, 18-ാം തീയതി ഉച്ചവരെ ഉണ്ട് സമയം. ഇതുവരെയ്ക്കും ആ ഡേറ്റ് വരെ ഇവർക്ക് ആർക്കും ഒരു പരാതിയും പറയാനില്ല, ഒന്നുമില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം, കൊല്ലപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ആ ആളിന്റെ പേരിൽ ഒരു പരാതി പോകുന്നത്. അത് ഉപദ്രവിച്ചു അങ്ങനെ പറഞ്ഞ് പരാതി പോകുന്നത്. അതിൽ നിന്ന് നമുക്ക് 100% വർദ്ധിക്കാമല്ലോ. ഈ പെൺകുട്ടിയായാലും മെയിൻ ഗൂഢാലോചനയിലുണ്ട്, ചെയ്യാനുണ്ട്. അതിൽ ഏതൊക്കെ ആൾക്കാർ സൈൻ ചെയ്തിട്ടുണ്ട്, ഈ പരാതി സെല്ലിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരാ, കോളേജിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥർ സൈൻ ചെയ്തിട്ടുണ്ട്, ആ ആവശ്യമാണ് ഞാൻ ആദ്യം മുതലേ ഉന്നയിക്കുന്നത്. എല്ലാവരും ഉത്തരവാദികളാണ് കൊലപാതകത്തിൽ. പക്ഷെ അത് പോലീസോ ആരും അതിനെക്കുറിച്ച് അങ്ങോട്ട് പോകുന്നില്ല. കുറച്ച് ലോജിക്കായിട്ട് നമുക്ക് ആലോചിക്കാന്നുള്ളൂ. കൊല്ലപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരാളുടെ പേര് പരാതി വരുന്നു. ഞാൻ കണ്ടിരുന്നു. അതായത് അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ആദ്യം ഈ DYSP വന്ന് ആദ്യത്തെ പ്രതിയെ പിടികൂടിയപ്പോൾ സംസാരിച്ചപ്പം സിദ്ധാർത്ഥിനെതിരെ അങ്ങനെ ഒരു പരാതിയേ ഇല്ല എന്നായിരുന്നു DYSP ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെയാണ് ആ ഉത്തരവൊക്കെ, ആ പരാതി ഇതൊക്കെ പുറത്തേക്ക് വന്നത്.
അതിൽ നിന്ന് അറിയാമല്ലോ ഗൂഢാലോചനയിൽ നിന്നാണ് ആ പരാതി വന്നത്. ആ പരാതിക്ക് വേണ്ടിയിട്ട് ആരൊക്കെ കൂട്ടുന്നു, അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്ക് പറയായിരുന്നു ഇനി ഈ പരാതി കൊണ്ട് കാര്യമില്ല, ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് ആ പരാതി കൊണ്ട് കാര്യമില്ല, ആള് പോയി, അവരെ ഭാഷയെ പറഞ്ഞാലും മരണപ്പെട്ടു പോയി, ഇനി എന്തിനാ ഈ പരാതി എന്നാ ഉദ്യോഗസ്ഥർ ചിന്തിക്കാമല്ലോ. അപ്പൊ അവരെല്ലാം സൈൻ ചെയ്ത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരെ രക്ഷിക്കണം. അതുകൊണ്ട് മാത്രമാണ് അവരിത് ചെയ്തത്. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ സൈൻ ആരാണ് പരാതി റൈസ് ചെയ്തിട്ടുള്ള സൈൻ ചെയ്തിട്ടുള്ളത്? പിന്നെ ഈ പെൺകുട്ടി ഗൂഢാലോചനയിൽ മുഖ്യ പ്രതിയാണ്. പെൺകുട്ടിയെയും ഈ സൈൻ ചെയ്തിട്ട് ആ പരാതി മുമ്പോട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ള സൈൻ ചെയ്തിട്ടുള്ള ആരൊക്കെയാണ് അവരെയും കൂടെ ഉൾപ്പെടുത്തി കൊലപാതകത്തിൽ കേസെടുക്കണം പല കോടി ആവർത്തിച്ചു. ആരും ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് അവസാനം എനിക്ക് നീതി വേണമല്ലോ എന്റെ മോനെ. അതുകൊണ്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയത്. ഇത് മാത്രല്ല, ഇപ്പൊ ഞാൻ ഈ ഒരു വാർത്തയില്ലേ, ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു, ഇത്രയും ക്രൂരമായ മർദ്ദനം നടക്കുന്നു, അവിടെയുള്ള അത്രയും 130-ലധികം കുട്ടികളുടെ അവരിൽ ഒരാൾക്ക് പോലും ഒന്നും പറയാനോ ഒന്നും ചെയ്യാനോ തോന്നിയില്ല. 130 പേരിൽ മാത്രമേ ഒതുങ്ങുന്നില്ല. 130 പേർ കണ്ടുകൊണ്ട് നിൽക്കുന്നു. വ്യക്തമായ തെളിവ് UGC-യിലുണ്ട്. 130 കണ്ടുകൊണ്ടിരിക്കും. ആന്റി റാങ്ക് കോർട്ടിലും ഉണ്ട്. 130 പേർ കണ്ടുകൊണ്ട് നിൽക്കുന്നു. 10-30 പേർ ആക്രമിക്കുന്നു. ഇതിൽ തന്നെയും 10-200ഓളം പെൺകുട്ടികൾ ലൈവായിട്ട് ഈ കാര്യം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ ഹോസ്റ്റലിൽ ഇക്കാര്യം ലൈവായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഏകദേശം 10-400ഓളം കുട്ടികൾ ഒരേ സമയം ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 400ഓളം ഇവരുടെ സഹപാഠികളും സീനിയേഴ്സും. ഒന്നാമത്തെ കാര്യം, ആ കോളേജിൽ 500 സീറ്റാണ് ഒരൊറ്റ കോഴ്സിനുള്ളത്. ബാക്കി PG-യും കാര്യങ്ങളും അത് പോട്ടെ. 500 കുട്ടികളിൽ 400 കുട്ടികൾ പുറത്തു വരെ ഈ കാര്യങ്ങൾ ലൈവായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് 3 ദിവസം വരെ. അത് പിന്നെ ഡീന് മൂടി വെച്ചു. അതും വ്യക്തമായ തെളിവുണ്ട്. ആന്റി റാങ്കിങ് സ്കൂളിൽ ഡീന് മൂടി വെച്ചു. ഇത്രയും വലിയ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങള് അതിൽ കൂടുതൽ 90% കുട്ടികൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഡീനിന് കൂട്ടുനിൽക്കുന്നു. മർദ്ദിച്ചതിന് കൂട്ടുണ്ട്, മൃതദേഹം അഴിച്ചിറക്കിയതിന് കൂട്ടുണ്ട്, കൊല്ലപ്പെട്ട അവന് തെളിവ് നശിപ്പിച്ചതിനും കൂട്ടുണ്ട്. ഇത്രയും ചെയ്തിട്ട് ഇനി ആ കോളേജ് അവിടെ പ്രവർത്തിക്കേണ്ട കാര്യമുണ്ടോ? അതാണ് ചോദിക്കുന്നത്. ഇനി ആ കോളേജിന് അവിടെ അംഗീകാരം കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതിന് അപ്ലിക്കേഷൻ ഇനി ആവശ്യമുണ്ടോ? എനിക്ക് ഇത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ ചോദിക്കാനായിട്ട്. കൂടുതൽ വിവരമില്ല. അതൊക്കെ വേറെ കാര്യമാണ്. എന്നാൽ എന്റെ സംശയം ചോദിക്കുക, 90% കുട്ടികളും ഇത് അറിഞ്ഞിട്ടുണ്ട്, ഡീനും അറിഞ്ഞിട്ടുണ്ട്. സംഭവം 3 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്തിനാണ് ഈ കോളേജിന് അവിടെ പ്രവർത്തിക്കുന്നത്? തിങ്കളാഴ്ച വീണ്ടും തുറന്ന് സാധാരണ രീതിയിൽ പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് ന്യൂസ് കേട്ടു. ഇനി ആ കോളേജ് അവിടെ വേണ്ട, അല്ല ഓർഫനേജോ കാര്യമായിട്ട് കൊണ്ടുപോകണം. സത്യം പറയാം, അതിന്റെ ഫീലിംഗ് പറയുക അങ്ങനെ നടക്കൂലെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ താങ്കളുടെ സങ്കടമാണ് പറയുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു കുറേ ആൾക്കാർ, കുറേ കുട്ടികൾ ആ ഹോസ്റ്റലിലുണ്ട്, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, അവരാരും ഒന്നും പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല, ഇത്രയും ദിവസവും ഒന്നും ചെയ്തില്ല. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയാണെന്ന് തോന്നുന്നു കോൺഗ്രസിന്റെ MLA T. സിദ്ദിഖ് ഒരു കാര്യം പറഞ്ഞു. ഒരു ചിത്രം, ഒരു പടമുണ്ട് MLA-യുടെ കയ്യില്, അത് പുറത്തുവിടാൻ തയ്യാറാണ്, പക്ഷേ കുടുംബത്തിന്റെ അനുമതി അതിനു മുൻപ് വാങ്ങും. അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നോ താങ്കളെ? അദ്ദേഹം ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്കത് ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ട് സിദ്ധാർത്ഥന്റെ അമ്മയെ നോർമലാക്കി കൊണ്ടുവരിക. ഞാൻ ഒരു ഇതില് നോർമലായി കൊണ്ടുപോയി കുറച്ച് ഫുഡാണെങ്കിലും കാര്യമാണെങ്കിലും കൂടെ നിന്നിട്ട് ആ മൈൻഡ് നോർമലായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അവൾ ഓരോ പ്രാവശ്യവും തകരുന്നതെന്ന് പറഞ്ഞാല് ഓരോ പ്രാവശ്യം ഓരോരുത്തരുടെ പേര് കേൾക്കുമ്പോൾ കൂടെ നിന്ന് അവൻ ചതിച്ചു, കൂടെ നിന്ന് യവൻ ചതിച്ചു എന്ന് കേൾക്കുമ്പോൾ തകർന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു കാര്യവും കൂടെ ഒരു ഫോട്ടോയും കൂടെ വന്ന് ഈ ഒരു എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിലോ കാണേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഷോക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ ഇതിപ്പം അങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ട, വേണ്ട, അന്വേഷണ ഉദ്യോഗസ്ഥർ ആര് ചോദിക്കുന്നു. അച്ഛൻ കണ്ടിരുന്നോ അത്? ഇല്ല, എനിക്കത് കാണാനുള്ള ശക്തിയില്ല മാഡം. ഈ സമയത്ത് ഞാൻ അത് കാണുന്നില്ല. അവർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറിക്കോളൂ, ഏത് അന്വേഷണ ഉദ്യോഗസ്ഥനെ കൈമാറിക്കോളൂ. എനിക്കത് കാണാൻ വയ്യ. അതുകൊണ്ട്